ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ ദുഃഖകരമായ വാർത്തകളാണ് നമുക്കിപ്പോൾ ഈ പ്രകൃതി ദുരന്തവുമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നമ്മളെ ബുദ്ധിമുട്ടിൽ ആക്കിയത് മിസ്റ്റർ ആർ രാജേഷ് എന്ന തിരുവനന്തപുരം സ്വദേശിയുടെ മരണവാർത്തയാണ്. മറ്റൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനത്തിൻ്റെ ഇടയിലായിരുന്നു ശ്രീ രാജേഷിന് മരണം സംഭവിച്ചത്. ഇദ്ദേഹം പല പ്രകൃതി ദുരന്ത മേഖലകളിലും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. കേവലം 36 വയസ്സ് മാത്രമാണ് പ്രായം. അവിചാരിതമായിരുന്നു. തീർച്ചയായും ഇങ്ങനെയുള്ളൊരു മരണം നാം പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ജീവനെ തന്നെ പണയം വെച്ച് മറ്റൊരു വ്യക്തിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അവർ രക്ഷപ്പെട്ടു. ഇത് വിധിയാണ്. വിധി എന്നുള്ളത് ഒരിക്കലും നമ്മെ അറിയിച്ചു വരികയില്ല. സഡനായി അങ്ങ് സംഭവിച്ചു. പക്ഷേ ജനകോടികളുടെ മനസ്സിൽ ആ രാജേഷിൻ്റെ ആ കർമ്മത്തെക്കുറിച്ച് മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുക തന്നെ ചെയ്യും. ആ ഓർമ്മ. ആദ്യമായി ശ്രീ രാജേഷിന് നമ്മുടെ പ്രണാമം അർപ്പിക്കാം. ഒപ്പം ഈ പ്രകൃതി ദുരന്തങ്ങളിൽ മരണപ്പെട്ട മറ്റുള്ളവർക്കും അവരുടെ കുടുംബത്തിനുണ്ടായ നഷ്ടങ്ങൾ വളരെ വലുതാണ്. പക്ഷേങ്കിൽ തന്നെയും ഗവൺമെൻറ് തലങ്ങളിൽ നിന്ന്, ഗവൺമെൻറ്റിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ആ മേഖലകളെല്ലാം വിസിറ്റ് ചെയ്ത് അവിടുത്തെ ബുദ്ധിമുട്ടുകളെ കാണുകയും ടീം UDF എന്ന് പറയുന്ന ആ ഒരു സെൻസ് വെച്ചുകൊണ്ട് ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും സ്ഥലം MLA-മാരും മന്ത്രിമാരും എല്ലാവരും ഒരേപോലെ മേഖലകളിൽ അവരവരുടെ മേഖലയിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ആൾക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റി അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം എത്ര വലിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാലും കുഞ്ഞു ചില അപാകതകൾ കണ്ടേക്കാം. ആ അപാകതകളെ വലിയ കുഴപ്പമായി കാട്ടിക്കൂട്ടുന്ന ഒരു പ്രതിപക്ഷം നമുക്ക് കേരളത്തിലുണ്ട്. അവർ നല്ലതാണ്. അവർ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ വിളിച്ചു പറയും. അത് സാധാരണ അത് അവരുടെ ഒരു സ്വഭാവമാണ്. അതിനെ നാം ആരും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അതൊരു ഉച്ചഭാഷിണി മോഡൽ ചെയ്യുന്നവരാണ്. അത് ആയിക്കോട്ടെ. ഇനി ഈ ദുരന്തങ്ങളിൽ ഏർപ്പെട്ട എല്ലാവർക്കും ഒത്തിരി നഷ്ടങ്ങളുണ്ട്. ഗവൺമെൻറ്റോ ആർക്കും തന്നെ ഒരു ഏജൻസിക്കും എന്ത് തുക കൊടുത്താലും അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ല. വിലയേറെ ജീവനുകളാണ് അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ ദുരന്തങ്ങൾ നമുക്ക് പലപ്പോഴും നമ്മുടെ പലരെയും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഈ ഗവൺമെൻറ് തീർച്ചയായിട്ടും എടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. 10 വർഷം ഭരിച്ച മുൻകാല ഗവൺമെൻറ് അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ദുരന്തങ്ങൾക്ക് ചെറിയ രീതിയിൽ അതിൻ്റെ
വ്യാപ്തി ഒഴിവാക്കാമായിരുന്നു. അതിനൊന്നും സാധിച്ചില്ല. നമുക്കറിയാം, പല ദുരന്തങ്ങളിലും ഈ ഹുണ്ടിയിൽ ഇട്ട് വച്ചിരുന്ന കുഞ്ഞു കുഞ്ഞു തുകകൾ ആടിനെ വരെ വിറ്റ് കിട്ടി, നല്ല സ്വന്തം വീട്ടിൽ നിന്ന് ആടിനെ വരെ വിറ്റ് കിട്ടിയ ഇതൊക്കെ ദുരിതാശ്വാസ ഫണ്ടിൽ കൊടുത്തെങ്കിലും അത് അതിൻ്റേതായ രീതിയിലുള്ള ഉപയോഗം നടത്താൻ പഴയ ഗവൺമെൻറ്റിന് സാധിച്ചില്ല. ഇവിടെ ഇപ്പോൾ ആരിൽ നിന്നും പിരിവുകളൊന്നും എടുത്തില്ല. നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്ര ഭദ്രമല്ല. ഏത് രീതിയിലാണ് ഈ ഗവൺമെൻറ് ഭരണം ഏറ്റെടുത്തതെന്നറിയാം. എങ്കിൽ തന്നെയും ഈ ദുരന്ത നിവാരണത്തിന് വേണ്ട സഹായങ്ങൾ എല്ലാം ചെയ്യാൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധരാണ്. വി ആർ പ്രൗഡ് ഓഫ് ദാറ്റ് വൺ. ഏറ്റവും പ്രധാനം എടുത്തു വരേണ്ടത് ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളും ചെയ്യുന്ന ഇതിനെ സർവീസുകൾ ഒരിക്കലും നമുക്ക് വിസ്മരിക്കപ്പെടാൻ സാധിക്കുന്നതില്ല. എന്തായാലും അവരുടെ വിജയങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ നാട്ടുകാരായ നമ്മളെല്ലാം ഉണ്ടാകണമൊപ്പം ചെയ്യുന്ന പ്രവൃത്തികളുടെ നല്ലതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതും നാം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. കാരണം ഒരു വലിയൊരു ദുരന്ത മേഖലയിലാണ് നാം എല്ലാം ഉള്ളത്. അപാകതകൾ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അതെവിടെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാലും അത് കണ്ടെത്തി ഉടൻ തന്നെ അതിൻ്റെ പ്രതിവിധി ഉണ്ടാക്കാൻ ഈ ഗവൺമെൻറ് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം അവർ പ്രൂഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ നഷ്ടപ്പെട്ട ജീവനുകൾ, പ്രത്യേകിച്ച് രാജേഷിനെ പോലെയുള്ള ധീരർ, അവർ നമുക്ക് നൽകിയ പ്രചോദനവും അവരുടെ ആ പ്രവർത്തന ശൈലിയും അത് എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ എന്നും കൂടി നമുക്ക് ഓർക്കാം. നമുക്കെല്ലാവർക്കും ഈ നഷ്ടപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ശ്രീ രാജേഷിൻ്റെ കുടുംബത്തിനും അവർക്കുണ്ടായ ദുഃഖങ്ങൾ പരമാവധി അവർക്ക് ബെയർ ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം, ഒരു മനസ്സിൻ്റെ ഉടമ ആകാൻ വേണ്ടി നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇതിനെയും ഇങ്ങനെയുള്ളൊരു ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ. സമാധാനമായുള്ള ഒരു അന്തരീക്ഷം എത്രയും വേഗം ഉണ്ടാകട്ടെ. എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്ക് വീണ്ടും നമുക്ക് പ്രണാമം അർപ്പിക്കുന്നു. എല്ലാവിധം അവരുടെ കുടുംബങ്ങൾക്കും സമാധാനം കിട്ടാനും ഇവരുടെ മരണപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തിയും നമുക്ക് നേരാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.